ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജലി മുരളി യൂട്യൂബ് ചാനൽ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ സെറ്റ് ഒരു മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തിക്കറി ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം നമ്മൾ ചൂടാക്കാൻ വെച്ച ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് 2 മണി ഉലുവ, ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ഇട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു തക്കാളി, 2 പച്ചമുളക് ഇട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം അടച്ച് വെക്കാം. ഇതൊന്ന് കാഞ്ഞു വന്നതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, ഞാൻ ഇവിടെ 2 തരം മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എരിവുള്ളത് എരിവില്ലാത്തതായത്. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ആവുന്ന പോലെ വഴറ്റി കൊടുക്കാം. നമ്മൾ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ നമുക്ക് ആ നേരത്തെ കുതിർത്ത് വെച്ച പുളിവെള്ളം ഒഴിച്ച് അങ്ങ് വഴറ്റി കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വേണ്ട ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് നേരം, അതായത് അതൊന്ന് തിളച്ച് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. പിന്നെ എല്ലാ ഭാഗത്തും ഓരോരോ ആൾക്കാർ ഓരോരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ ഒരു പാചകത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ആ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച മത്തി അതിലേക്ക് ഇടാം. മീൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന, കാരണം മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് അതിന് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട കറിവേപ്പില ഇട്ട് ഒന്നിങ്ങനെ ഗാർണിഷ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ചും കൂടി എരിവ് വേണമെന്നുള്ളവർ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിച്ചതിടാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതിങ്ങനെ തിളച്ച് വന്ന് ആ മണമൊക്കെ ഇങ്ങനെ മൂക്കിനെ അടിക്കുമ്പോൾ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ, വെള്ളരി ചോറിൻ്റെ കൂടെയൊക്കെ. പിന്നെ ഈ മീൻകറിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ദിവസം കഴിക്കുന്നതിനേക്കാളും പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാറ്. അപ്പോൾ നമ്മുടെ കറി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.